പുനഃസംഘടന ചർച്ചയിലില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KPCC അധ്യക്ഷനായി K സുധാകരൻ തുടരും. നിലവിലെ നേതൃത്വം മുന്നോട്ടു പോകും. ആരായാലും പറയാനുള്ളത് പാർട്ടി ഫോറത്തിൽ പറയണമെന്ന് ചെന്നിത്തലയ്ക്ക് വേണുഗോപാലിന്റെ മുന്നറിയിപ്പ്. അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് തെറ്റായ വാർത്തയെന്നും വേണുഗോപാൽ. അൻവറിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. കോന്നി വാഹനാപകടം, ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസും കാറും കൂട്ടിയിടിച്ച് കോന്നി മുറിഞ്ഞകല്ലിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. മധുവിധു കഴിഞ്ഞ് മടങ്ങിയ നവദമ്പതികളടക്കം കാറിലുണ്ടായിരുന്ന 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ മാസം മാത്രമായി ഇതുവരെ വാഹനാപകടത്തിൽ മരിച്ചത് 20-ലേറെ പേർ. പല അപകടങ്ങളും അശ്രദ്ധ മൂലം ഉണ്ടാകുന്നതെന്നും ഉറങ്ങിയതിനു ശേഷം വണ്ടി ഓടിക്കുന്ന സംസ്കാരം ഉണ്ടാക്കണമെന്നും ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. സുരേഷ് ഗോപിയുടെ നടന വൈഭവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടത്. വിമർശനവുമായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് DMK അംഗം കനിമൊഴിയുടെ പ്രസംഗത്തിനിടെ സുരേഷ് ഗോപിയുടെ അപഹസിക്കുന്ന തരത്തിലുള്ള ആംഗ്യം ചർച്ചയായിരുന്നു. കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അപഹസിക്കുകയും ചെയ്യുകയാണ് സുരേഷ് ഗോപി. നടപടി അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റേത് മുറിവിൽ മുളകു പുരട്ടുന്ന സമീപനമെന്ന് ബാലഗോപാൽ. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ നാളെ അവതരിപ്പിച്ചേക്കില്ല. MP-മാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ബിൽ അവതരണത്തെക്കുറിച്ച് പരാമർശമില്ല. 2034 മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത്. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന കാര്യപരിപാടിയിൽ 13-14 ഇനങ്ങളായി ഉൾപ്പെടുത്തി ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ലോക്സഭാ പരിപാടികളുടെ പുതുക്കിയ പട്ടികയിൽ നിന്ന് ബിൽ അവതരണം ഒഴിവാക്കി. വിവാദ പരാമർശം. അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ വിളിച്ചു വരുത്താൻ സുപ്രീം കോടതി കൊളീജിയം. ചൊവ്വാഴ്ച ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. ഡിസംബർ 10 വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ ശേഖർ കുമാർ നടത്തിയ വിദ്വേഷ പ്രസംഗം ചർച്ചയായിരുന്നു. സംഭവത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതിയോട് വിശദാംശങ്ങൾ തേടിയിരുന്നു. 55 പ്രതിപക്ഷ MP-മാർ രാജ്യസഭയിൽ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും രംഗത്തെത്തിയിരുന്നു. മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ സമ്പൂർണ്ണം. വൈകുന്നേരം 4 മണിക്ക് നാഗ്പൂരിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി നാഗ്പൂരിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ റോഡ് ഷോയും നടന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഷിൻഡെയുടെ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ള സമ്മർദ്ദമാണ് മന്ത്രിസഭാ രൂപീകരണം ഇത്രയും വൈകിച്ചത്. സിറിയയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സിറിയൻ വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി. സിറിയയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേലിന് മുന്നിൽ ഇനി ഒഴിവു കഴിവുകളില്ല. IDF ആക്രമണങ്ങൾ പരിധി കടന്നെന്നും സിറിയയിൽ പ്രവേശിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ന്യായങ്ങൾ ഇനി നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ശേഷം തളർന്ന സിറിയയെ പുനർനിർമ്മിക്കലാണ് ഇനി തന്റെ ഉദ്ദേശമെന്നും ജുലാനി. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. ഹൈദരാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഗോവയെ 4-3 തോൽപ്പിച്ച് കേരളം. ഗോവൻ സ്ട്രൈക്കർ നൈജൽ ഫെർണാണ്ടസ് 2-ാം മിനിറ്റിൽ തന്നെ കേരളത്തിനെതിരെ ഗോൾ അടിച്ചു. എന്നാൽ ആദ്യ പകുതിയുടെ അവസാനത്തിൽ 3-1 ലീഡ് നേടിയ കേരളം മികച്ച രീതിയിൽ തിരിച്ചു വന്നു.